ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നേക്കണത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴാണ് ആ ബുദ്ധി ഒന്ന് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്നൊരു ഗോസ്റ്റ് സ്റ്റോറിയാണ് പറയുന്നത്. ഞാൻ 3ൽ പഠിക്കുമ്പോൾ, അതായത് 2 കൊല്ലം മുന്നേ, ഞാൻ ഇപ്പം 5ലായി, 5ാം ക്ലാസ് കഴിഞ്ഞു. ഇപ്പോൾ ഇനി 6ക്ക്. അപ്പോൾ 2 കൊല്ലമായി എൻ്റെ 3ാം ക്ലാസ് കഴിഞ്ഞിട്ട്. ഞാൻ 3ൽ പഠിക്കുമ്പോൾ ഞങ്ങൾ 3Cയിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു എന്താ പറയുക, ഗ്രില്ല് പോലത്തെ ഒരു ജനാലയാണ്. അതിൻ്റെ അപ്പുറത്ത് അല്ലാണ്ടൊരു ജനാലയുണ്ട്. അപ്പോൾ ഇതൊരു ക്ലാസ് റൂം. ഇവിടെയായിട്ട് ഡോറ് വരും. ഇവിടെ ഒരു 3 ജനാല വരും. പിന്നെ അവിടെ ബോർഡ് ബാക്കിലാണ് ഞങ്ങൾ ഇങ്ങനെയായിരിക്കാം, അങ്ങോട്ടായിരിക്കാം. അപ്പോൾ അങ്ങോട്ട് ഇരിക്കുമ്പോൾ അവിടെയാണ് ബോർഡ്. രണ്ടിടത്തും ബോർഡുണ്ട്. പക്ഷേ ഈക്വലാണ് ഇവിടെ ബോർഡ് വെച്ച്. ഞങ്ങൾ പഠിക്കുമ്പോഴൊക്കെ ചോക്ക് ബോർഡാണ്, അതായത് ബ്ലാക്ക് ബോർഡ്. അപ്പോൾ അത് അവിടെയാണ്, ആ സൈഡിലായിട്ടാണ് വരിക. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവിടെ 2 ജനാലയുണ്ട്. ഉണ്ട്. 2 ജനാലയുണ്ട്. ഈ ഞങ്ങൾ പഠിക്കണ ക്ലാസ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ബാത്റൂമിൻ്റെ അടുത്തായിട്ടാണ് വരിക. അപ്പോൾ ഞങ്ങൾ ബാത്റൂമിലത്തെ സ്മെല്ലും എല്ലാം ഈ ക്ലാസ്സിലേക്ക് അടിക്കാറുണ്ട്. പിന്നെ 1ാം ക്ലാസ്സും ബോയ്സിൻ്റെ ബാത്റൂമിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് വരിക. അപ്പോൾ ഈ ബാത്റൂമിൻ്റെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഈ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഈ ഇൻ്റർവെല്ലൊക്കെ ആകുമ്പോൾ, ഈ ഗ്രില്ലില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഗ്രില്ല്, ആ ഗ്രില്ലിൻ്റെ അപ്പുറത്തായിട്ട് ഒരു പഴയ വീടുണ്ട്. ആ വീട്ടിൽ ഒരു ചേച്ചി തൂങ്ങി മരിച്ചിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയണത്. അത് വെറൊരു ചേച്ചിയല്ല, ഒരു ഗർഭിണിയായൊരു ചേച്ചി തൂങ്ങി മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീട് ആകെ പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കണത്. അപ്പോൾ ഞങ്ങളിറക്കി അതൊരു പറമ്പാണ്. പറമ്പിൻ്റെ ഉള്ളിലായിട്ടാണ് വീട് വരിക. അപ്പോൾ ആ വീട് ഓടിട്ട വീടാണ്. പിന്നെ അത് ക്രിസ്ത്യൻസിൻ്റെ വീടാണ്. അതിൻ്റെ മുകളിൽ കുരിശ് വരച്ചിട്ടുണ്ട്. അതായത് വെഞ്ചിരിച്ചതിൻ്റെ കുരിശ് വരയ്ക്കുമല്ലോ കരി വെച്ചിട്ട്. അപ്പോൾ അത് വരച്ചിട്ടുണ്ട്. ആ വീടിൻ്റെ ബാക്ക് വശമാണെന്ന് തോന്നുന്നുണ്ട് അത്. ആ ബാക്ക് വശത്തിൻ്റെ പുറത്തായിട്ടാണ് ഈ ബാത്റൂം കാണുക. അപ്പോൾ ഈ ബാത്റൂമാണ് ആകെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുക. ഞങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് നമ്മളിങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോൾ ഒരു ബാത്റൂമിൻ്റെ അകത്തുനിന്ന് ഒരു രൂപം ഇങ്ങനെ നോക്കണ പോലെ തോന്നുക. ഞാനത് സീരിയസ് ആയിട്ടാണ് കേട്ടോ പറയണത്. അതായത് നമ്മൾ കണ്ണടച്ച് തുറക്കണതിന് മുന്നേ ഇങ്ങനെ പറഞ്ഞാൽ കാണുമല്ലോ, ഇങ്ങനെ ബ്ലാങ്കായിട്ട്. അപ്പോൾ അങ്ങനെ കണ്ടു ഒരു രൂപം. ഇങ്ങനെ കണ്ണൊക്കെ തുറപ്പിച്ച് ബ്ലാക്ക് കളർ, ഫുള്ള് ബ്ലാക്കായിട്ട്. അതായത് ഒരു ഇൻ്റർവെല്ലല്ല, വൈകിട്ടത്തെ ഇൻ്റർവെൽ ഉണ്ടാവില്ലേ, 3 മണിക്ക് 3 ഇൻ്റർവെല്ലില്ലേ ഒരു സ്കൂളിൽ 3 ഇൻ്റർവെല്ലുണ്ട്. 3 നേരം, ഒന്ന് രാവിലെ, ഒന്ന് ഉച്ചയ്ക്ക്, ഒന്ന് വൈകിട്ട്. അപ്പോൾ 3 മണിയുടെ ഇൻ്റർവെല്ലിന് ഞാനിങ്ങനെ ജനലയുടെ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ ഒരു രൂപം. അപ്പോൾ അതെനിക്ക് നല്ല എന്താ പറയുക, നന്നായിട്ട് നമ്മൾ പേടിക്കും, അങ്ങനത്തെ ഒരു രൂപം. അപ്പോൾ ആ രൂപം കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ചിലപ്പോൾ എൻ്റെ തോന്നലാവാം, അല്ലെങ്കിൽ ശരിക്കൊന്നും ഉണ്ടാവില്ല. നമുക്ക് അറിയോ, ശരിക്കും ഉണ്ടാവില്ല. അത് നമ്മൾ എല്ലാ മനുഷ്യരും ഈ പ്രേതമില്ല എന്നാണ് പറയുന്നത്. ഞാനൊരു പ്രേതത്തിനെ വിശ്വസിക്കുകയില്ല, ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അപ്പോൾ അങ്ങനത്തെ എനിക്ക് വളരെ ബാഡായിട്ട് തോന്നിയിട്ടുള്ള ഒരിതാണ്. പിന്നെ അത് ബാത്റൂമിൽ വെച്ചിട്ടൊരു ദിവസം നടന്നുണ്ട് ഇതന്നെ. അപ്പോൾ അന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അന്ന് രാത്രി ആ ഒരു രൂപത്തിനെ കണ്ട് രാത്രി ഇങ്ങനെ അതന്നെ ആലോചിച്ച് ഉറങ്ങാനേ പറ്റിയിട്ടില്ല. പിന്നെ പിറ്റേ ദിവസം വീണ്ടും സ്കൂളിൽ വരുമ്പോൾ അതിൻ്റെ 2 ദിവസം കഴിഞ്ഞാൽ പരീക്ഷ ഞങ്ങൾക്ക് തുടങ്ങണം. അപ്പോൾ ഞങ്ങൾ വീണ്ടും വരുമ്പോൾ അങ്ങനെ വരിക കേട്ടോ. അപ്പോൾ വരുമ്പോൾ ബാത്റൂമിൽ ഞങ്ങൾ കയറി. ഞങ്ങൾക്കൊരു ഫ്രണ്ട്ലി ടോയ്ലറ്റ് ഉണ്ട്. അത് ഒരു 10 മിനിറ്റ് ടോയ്ലറ്റ് കഴിഞ്ഞിട്ട്
ഒരെണ്ണം കുട്ടികൾക്ക്, അതായത് ചെറിയ കുട്ടികൾക്ക് ഇരിക്കാൻ, ബാക്കി ബാത്റൂംസൊക്കെ വലിയ കുട്ടികൾക്ക് ഇരിക്കാൻ. അതിൻ്റെ അകത്തൊരു ഫ്രണ്ട്ലി ടോയ്ലറ്റ് ഉണ്ട്, അതായത് യൂറോപ്യൻ ക്ലോസറ്റ് അത് തെറ്റ്. പിന്നെ ബാക്കിയുള്ളതിലൊക്കെ ഇന്ത്യൻ ക്ലോസറ്റ്. അപ്പോൾ ഈ ഫ്രണ്ട്ലി ടോയ്ലറ്റിൽ വെള്ളം വീണ സൗണ്ട് കേൾക്കുക. ഞങ്ങളാണെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾ ഒരു ടീമായിട്ടാണ്, ഞങ്ങളുടെ കയ്യിലൊരു ടീമുണ്ട്. അതായത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒരു 5-6 പേരുണ്ടാവും. അപ്പോൾ ഞങ്ങളൊക്കെ കൂട്ടിയ ബാത്റൂമായിട്ട് തുറന്നു. അതിൻ്റെ അകത്തുണ്ടെങ്കിൽ വെള്ളമൊന്നും വീണ സൗണ്ടില്ല. പൈപ്പാണെങ്കിൽ കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇൻ്റർവെല്ലിന് കാര്യമാക്കാണ്ട് വീണ്ടും ക്ലാസ്സിൽ പോയി. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഉച്ചത്തെ ചോറുണ്ണണ ബെല്ലുണ്ടല്ലോ, അപ്പോൾ അത് ഇൻ്റർവെല്ലാണ്. ഇൻ്റർവെല്ലിന് ഞങ്ങൾ എല്ലാവരും കൂടി ബാത്റൂമിൽ പോയപ്പോൾ ആ ബാത്റൂം അടച്ചിട്ടേക്കായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് ആൾക്ക് കൂടി അതിൽ കയറണമായിരുന്നു, അതായത് ഒരുമിച്ച് കയറണമായിരുന്നു. അപ്പോൾ അതിലാണെങ്കിൽ തുറക്കണില്ല, ഉള്ളിൽ നിന്ന് കൂട്ടിയിട്ടേക്കാം. അപ്പോൾ ആരാണ് ഒന്നും അറിയില്ലല്ലോ. അതായത് ഞങ്ങൾ തട്ടിയിട്ട് ആരും കേൾക്കണില്ല. ലാസ്റ്റ് ടീച്ചേഴ്സിനൊക്കെ വിളിച്ചു. ലാസ്റ്റ് കസാരയൊക്കെ വെച്ച് അതിൻ്റെ മുകളിലേക്ക് കയറി നോക്കിയപ്പോൾ ആരുമില്ല. പിന്നെ ആരാണെന്ന് മാഷിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് മാഷ് ആ ഡോറാണ്ട് പൊടിഞ്ഞു. അതാണ്ട് നോക്കിയപ്പോൾ അതായത് ഇവർ നോക്കിയിട്ട് അത് തുറക്കണമല്ലോ, അപ്പോൾ അതിൽ കൂടെ ചാടിയിട്ട് തുറന്നിട്ട് അപ്പോൾ അത് പൊളിഞ്ഞിട്ട് പിറ്റേ ദിവസമായപ്പോൾ വേറെ ഡോറ് വീണ്ടും വെച്ചു. ഇതാണ് എനിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റാത്തത്. പിന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, എൻ്റെ 2ാം അവസ്ഥ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. പിന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനി എൻ്റെ കയ്യിൽ ഒരു ഗോസ്റ്റ് സ്റ്റോറിയും കൂടി ഉള്ളൂ. ഇതെൻ്റെ ഫസ്റ്റ് ഗോസ്റ്റ് സ്റ്റോറിയാണ്. അതുകൊണ്ട് ഇതിനെന്തായാലും ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കൻ കുത്തി പൊട്ടിക്കണം. ഓക്കെ, ബൈ.